ഹലോ ഫ്രണ്ട്സ്, ക്രിസ്മസ് ഒക്കെ ഇങ്ങ് അടുത്തെത്തിയിരിക്കുമല്ലേ. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ഒരു ക്രിസ്മസ് സ്റ്റാർ ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 20 സെൻറ്റിമീറ്റർ നീളവും 20 സെൻറ്റിമീറ്റർ വീതിയുമുള്ള 2 സ്ക്വയർ പേപ്പേഴ്സാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇത് ചാർട്ട് പേപ്പറാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിൽ സ്ക്വയർ പീസ് കട്ട് ചെയ്തെടുത്തിട്ട് ഈ സ്റ്റാർ ഉണ്ടാക്കി എടുക്കാവുന്നതാണ്. ഇനി ഇതിൽ നിന്ന് ഒരു പേപ്പർ എടുക്കുക, എന്നിട്ട് അത് ഇതേപോലെ കോർണർ മടക്കി കൊടുക്കുക. കണ്ടില്ലേ, ഇതേപോലെ ട്രയാങ്കിൾ ആയിട്ടൊന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടങ്ങ് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇത് വീണ്ടും അടുത്ത കോർണറിലേക്ക് ഇതേപോലെ അങ്ങ് മടക്കി കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇത് നീളത്തിലും വീതിയിലും ഇതേപോലെ രണ്ടാക്കി മടക്കി കൊടുക്കുക. അതിനുശേഷം ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന് മുകളിലേക്ക് 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇതേപോലെ 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അടുത്ത സെൻറ്ററിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക. അങ്ങനെ 4 സെൻറ്ററിലും 1.5 ഇഞ്ച് വീതം മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, 20 സെൻറ്റിമീറ്റർ നീളവും വീതിയുമുള്ള ഒരു സ്ക്വയറിനാണ് ഇതേപോലെ 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. പേപ്പറിൻ്റെ വലിപ്പം കൂടുന്നതനുസരിച്ചിട്ട് ഈ ഒരു അളവ് മാറുന്നതാണ്. ഇപ്പോൾ ഞാൻ 4 സെൻറ്ററിലും ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് സെൻറ്ററിലൂടെ ഈ ഒരു 1.5 ഇഞ്ച് വരെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. 4 സൈഡിലും ഇതേപോലെ തന്നെ കട്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പം ഞാൻ 4 സൈഡിലും ഇതേപോലെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതേപോലെ അങ്ങ് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഈ ഓരോ സൈഡിൽ നിന്നും സെൻറ്ററിലോട്ട് ഇതേപോലെ അങ്ങ് മടക്കി കൊടുക്കുക. ഇപ്പം ഞാനിതെല്ലാം മടക്കി എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇതേപോലെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്കിത് ഗം വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് ഇതിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൽ നമ്മൾ ഗമ്മ് തേച്ച് കൊടുക്കുക. ഓക്കെ, ഈ 2 എണ്ണം മടക്കി വെച്ചതിൽ ഒരെണ്ണത്തിൽ ഗമ്മ് തേച്ച് കൊടുക്കുക. അതിനുശേഷം അടുത്തത് ഇതിൻ്റെ പുറത്തേക്ക് ഇതേപോലെ വെച്ചിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. കണ്ടില്ലേ, ഇതേപോലെ. ഇതുപോലെ തന്നെ അടുത്തത് 3 നമുക്ക് ഒട്ടിച്ചെടുക്കാം. ഇപ്പം ഞാനിതിൻ്റെ 4 സൈഡും ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇതേപോലെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതിനുശേഷം ഇതുപോലെ തന്നെ അടുത്ത പേപ്പറിലും ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ 2 സ്ക്വയർ ആണല്ലോ എടുത്തത്, അപ്പോൾ 2 സ്ക്വയറിലും ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ വെച്ചിട്ട് നമുക്ക് ഒട്ടിച്ചെടുക്കാം. ഓക്കെ, വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഒരു സ്റ്റാറിൻ്റെ പുറത്ത് മറ്റേത് ക്രോസ് ആക്കി വെച്ചിട്ട് നമുക്ക് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ സ്റ്റാറിൽ ഞാൻ ഗം തേച്ചിട്ട് ഉണങ്ങാനായിട്ട് വെച്ചിരിക്കുവാണ്. കണ്ടില്ലേ, ഇതേപോലെ എല്ലാ കോർണേഴ്സിലും പശ തേച്ച് കൊടുക്കുക. എന്നിട്ട് ഉണങ്ങാനായിട്ട് വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് സ്റ്റാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക്